ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിക്ക് പിന്നിൽ ഒളി അജണ്ടയോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഗ്രേറ്റ് നിക്കോബാർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമ്പന്നമായ ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിലൊന്നാണ്. മഴക്കാടുകൾ, തീരദേശ വനങ്ങൾ, കണ്ടൽക്കാടുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ സമഗ്ര കൂട്ടായ്മയാണ് അവിടുത്തെ ജീവവ്യവസ്ഥ. 72,000 കോടി ചെലവിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ മുഖഛായ മാറ്റാനായി കൊണ്ടുവന്ന കേന്ദ്ര പദ്ധതിക്ക് ഇപ്പോഴിതാ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പരിസ്ഥിതിക്ക് കനത്ത ആഘാതമുണ്ടാക്കുമെന്നും തീരദേശ നിയമങ്ങൾ ലംഘിക്കപ്പെടുമെന്നും കാണിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ തള്ളിക്കൊണ്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈ വൻകിട പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത്. ഇതിനകം ലഭിച്ച പരിസ്ഥിതി അനുമതിയിലെ നിബന്ധനകളും 2019 ഐലൻഡ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വിജ്ഞാപനവും കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകാവൂ എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കകൾ ഒടുങ്ങുന്നില്ല. അപൂർവ ഇനം ലെതർ ബാക്ക് ആമകളുടെ പ്രജനന കേന്ദ്രമായ ഗലാത്തിയ ബേയിലാണ് ഇന്ത്യയുടെ 13ാമത്തെ പ്രധാന തുറമുഖമായ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ സത്യം പറയട്ടെ അന്വേഷിക്കുന്നു, ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിക്ക് പിന്നിലെന്ത്? ഇന്ത്യയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ ദ്വീപുകളിൽ ഒന്നിനെ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത വിമാന നഗര കേന്ദ്രമായി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ നീതി ആയോഗ് ആസൂത്രണം ചെയ്ത വലിയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. നിർദ്ദിഷ്ട പദ്ധതിയുടെ മൊത്തം വിസ്തീർണം 166.10 ചതുരശ്ര കിലോമീറ്റർ. അതിൽ ഏകദേശം 130 ചതുരശ്ര കിലോമീറ്റർ പ്രാഥമിക മഴക്കാടാണ്. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, അന്താരാഷ്ട്ര വിമാനത്താവളം, 450 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി നിലയം, ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന പുതിയ പട്ടണം, ഇതെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ഏകദേശം 885 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച ഈ സംരക്ഷിത മേഖല അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. കാലാവസ്ഥാ മാറ്റം മൂലം കടൽ നിരപ്പ് ഉയരുകയും കടൽക്ഷോഭം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ പര്യാപ്തമല്ലെന്നും പൊതുജനാഭിപ്രായം ഗൗരവമായി പരിഗണിച്ചിട്ടില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ലെതർ ബാക്ക് കടലാമയുടെ പ്രധാന മുട്ടയിടൽ കേന്ദ്രം ഗലാത്തിയ കടലോരമാണ്. നിക്കോബാർ, നീണ്ടവാലൻ, മക്കാക് പോലുള്ള ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ജീവിവർഗങ്ങൾ ഇവിടെയുണ്ട്. പദ്ധതിക്കായി തയ്യാറാക്കിയ പരിസ്ഥിതി ആഘാത പഠനം പര്യാപ്തമല്ലെന്ന് ശാസ്ത്രജ്ഞർ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആമകളുടെ മുട്ടയിടൽ, പവിഴപ്പുറ്റുകളുടെ വ്യാപ്തി തുടങ്ങിയ നിർണായക പഠനങ്ങൾ ആവശ്യമായ 3 സീസണുകൾക്ക് പകരം ഒരു സീസണിന്റെ വിവരങ്ങൾ മാത്രം ആശ്രയിച്ചാണ് നടത്തിയത്. പൊതുജന അഭിപ്രായ ശേഖരണം സുതാര്യമായ രീതിയിൽ നടന്നില്ല. വിവിധ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും വിദഗ്ധർ സൂചിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി 12 മുതൽ 20 ഹെക്ടർ വരെ കണ്ടൽ വനഭൂമി നഷ്ടമാകുമെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. ദ്വീപിന്റെ ഏകദേശം 15% വനാവരണം നഷ്ടപ്പെടും. ഈ നഷ്ടത്തിന് പകരമായി നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നത് പോലെ വിദൂര സ്ഥലങ്ങളിൽ വനവൽക്കരണം നടത്തുമെന്നാണ് വാഗ്ദാനം. എന്നാൽ തീരസംരക്ഷണം, മത്സ്യജനനം, കാർബൺ ആഗിരണം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു പർവ്വതനിരയിലെ വൃക്ഷത്തൈകൾ എങ്ങനെ പകരമാകുമെന്ന ചോദ്യമാണ് പരിസ്ഥിതി വിദഗ്ധർ ഉന്നയിക്കുന്നത്. പദ്ധതി മൂലം പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന നാശം കുറയ്ക്കാൻ അവയെ ദ്വീപിനോട് ചേർന്ന മറ്റ് റീഫുകളിലേക്ക് സ്ഥലം മാറ്റുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പവിഴങ്ങൾ അത്യന്തം സങ്കീർണവും സൂക്ഷ്മവുമായ സമുദ്ര ജീവ വ്യവസ്ഥയുടെ ഭാഗമായതിനാൽ അവയെ ഒരു വസ്തുവിനെ പോലെ മാറ്റിവെക്കുന്നത് ഫലപ്രദമാണോ എന്ന കാര്യത്തിൽ ശാസ്ത്രലോകത്ത് തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. ദ്വീപിലെ ആദിവാസി സമൂഹങ്ങളുമായി കാര്യമായ ആലോചനകൾ കൂടാതെയാണ് പദ്ധതി നടപടികൾ പുരോഗമിക്കുന്നത്. വന്യജീവികളോടൊപ്പം നൂറ്റാണ്ടുകളായി സഹജീവിതം നയിച്ചു വരുന്ന തങ്ങളുടെ ജീവിതാവകാശങ്ങൾ ഇതിലൂടെ ലംഘിക്കപ്പെടുമെന്നതാണ് ആദിവാസികളുടെ ആശങ്ക. ദ്വീപിൽ താമസിക്കുന്ന ഷോംപെൻ, നിക്കോബറീസ് എന്നീ ആദിവാസി സമൂഹങ്ങൾ അവരുടെ ജീവിതം പൂർണ്ണമായും പ്രകൃതിയോട് ചേർന്ന് നയിക്കുന്നവരാണ്. ഷോംപെൻ വിഭാഗം ആഗോളതലത്തിൽ പ്രത്യേക സംരക്ഷണം ആവശ്യമായ സമൂഹമായി അംഗീകരിക്കപ്പെട്ടവരാണ്. വികസന പദ്ധതിയുടെ ഭാഗമായി ഇവരുടെ ആവാസ വ്യവസ്ഥ തകർന്നേക്കാം. പുറത്തു നിന്നുള്ള ജനപ്രവാഹം രോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാക്കാം.
പദ്ധതിയുടെ അനിവാര്യ ഭാഗമായ ഗലാത്തിയ ബേ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് തുറമുഖ മേഖലയിലെ കുത്തക പങ്കാളിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മോദി സർക്കാരിന്റെ നീക്കം എന്നാണ് ആരോപണമുയരുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? 2021 പദ്ധതിക്കായുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഒപ്പുവെക്കുന്നത്. പിന്നീട് ദ്വീപിനായി പ്രത്യേക തീരദേശ നിയന്ത്രണ മേഖലാ വ്യവസ്ഥകൾ രൂപപ്പെടുത്തി. 1997 പ്രഖ്യാപിച്ച ഗലാത്തിയ ബേ വന്യജീവി അഭയാരണ്യമായ ലെതർബാക്ക് കടലാമകൾ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന പ്രദേശത്തെ നിയന്ത്രണങ്ങൾ 2021 റദ്ദാക്കി അതിന്റെ പരിധി പുനഃക്രമീകരിച്ചു. ഇതിന്റെ ഭാഗമായി തുറമുഖ വികസനത്തിനായി വന്യജീവി സംരക്ഷണ കവചം ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. 2022 ഒക്ടോബർ 27 വനം പരിസ്ഥിതി മന്ത്രാലയം ഏകദേശം 130.75 ചതുരശ്ര കിലോമീറ്റർ വനഭൂമി കൈമാറ്റത്തിന് സ്റ്റേജ് 1 അനുമതി നൽകി. തുടർന്ന് നവംബർ ആദ്യവാരം പരിസ്ഥിതി അനുമതിയും നൽകി. ഇതിനൊക്കെതിരെ 2022 തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണൽ പരിസ്ഥിതി പ്രവർത്തകർ അപ്പീലുകൾ സമർപ്പിച്ചിരുന്നു. തന്ത്രപ്രധാനമോ സാമ്പത്തികമോ ആയ പദ്ധതികൾക്ക് പരിസ്ഥിതി നിയമം തടസ്സമാകരുതെന്ന സന്ദേശമാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി. അപൂർവ പഠനങ്ങൾ പോലും മതിയെന്ന നിലപാട് അതിൽ വ്യക്തമായിരുന്നു. നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികളില്ലാതെ വൻ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതാണ് നാം കണ്ടത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ വികസന നയ പരിപാടിയുടെ പൊതുനയം ആണെന്നതിന് ആർക്കും സംശയമുണ്ടാവില്ല. ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി പരിസ്ഥിതി സംരക്ഷണത്തിനായി ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവ പ്രാദേശിക ജൈവ വൈവിധ്യത്തിനും ആദിവാസി സമൂഹങ്ങൾക്കും ഉണ്ടാകുന്ന യഥാർത്ഥ നഷ്ടങ്ങൾക്ക് പകരമാകുമോ എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വമ്പൻ പദ്ധതികൾ പ്രകൃതിയെയും മനുഷ്യനെയും തകർക്കുന്ന വഴിയിലൂടെയാണെങ്കിൽ ആ പുരോഗതി അർത്ഥശൂന്യമാണ്. വികസനവും സംരക്ഷണവും കൈകോർത്തു പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് മനുഷ്യന്റെ അതിരില്ലാത്ത ആഗ്രഹങ്ങളുടെ മറ്റൊരു ഇരയായി മാറും. നമസ്കാരം.